നമസ്കാരം. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ എല്ലാവരും നെട്ടോട്ടത്തിലാണ്. എന്തായാലും ഈ സമയത്താണ് പ്രതീക്ഷിച്ചിരുന്ന സീറ്റ് കിട്ടാതെ ആകെ പ്രതീക്ഷയുടെ പടുകുഴിയിൽ വീണിരിക്കുകയാണ് ശശി. ശശി മത്സരിച്ചാൽ അത് 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ സാധ്യതയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ നൽകിയതോടെയാണ് അവസാന നിമിഷം ശശിയുടെ പേര് വെട്ടിപ്പോയത്. ശശിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ശശിയെ കൈവിട്ടു എന്നാണ് അവസ്ഥ. പി ശശി തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കുമെന്നും ഇടതുപക്ഷത്തിന് മൂന്നാമതും ഊഴം ലഭിച്ചാൽ ആഭ്യന്തരമന്ത്രിയാകുമെന്നുള്ള അഭ്യൂഹം ശശിയുടെ അനുകൂലികളായ ചിലരാണ് പടച്ചുവിട്ടിരുന്നത്. ഈ പ്രചരണം ശശിയെ തിരിഞ്ഞുകുത്തി എന്ന് വേണം കരുതാൻ. ശശി തലശ്ശേരിയിൽ മത്സരിച്ചാൽ CPM പ്രവർത്തകർ തന്നെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങുമെന്ന സന്ദേശം ചില നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നതായാണ് സൂചന. ഇതും നേതൃത്വം പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒടുവിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കാരായി രാജനാണ് തലശ്ശേരിയിൽ നറുക്കുവീണത്.